ഗൈസ്, വെൽക്കം ബാക്ക് ടു നാദറാം ഹെറിൻസ് വ്ലോഗ്. സമയം ഇപ്പോൾ 9:45 അല്ലേ? നമ്മളിപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിലൂടെ അയച്ചിട്ടാവും ഞങ്ങളിപ്പം ഗില്ലി കാണാൻ പോവാണ്. 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തിരിക്കുകയാണ്. അതെ, എനിക്കറിയില്ലെന്നു ഗില്ലി ഇറങ്ങിയ കാര്യം ശ്രുതി പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ എല്ലാ തിയേറ്റേഴ്സും നോക്കി, നമ്മുടെ ബൈബിള തിയേറ്റേഴ്സ് ഒന്നും കിട്ടാനിട്ട് ഞങ്ങൾ അവസാനം സീറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ട് സെൻട്രൽ സ്ക്വയറിലാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ അവിടെ എടുത്തു. ഗില്ലിയെ പറ്റി റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഗില്ലി എല്ലാ കാലത്തും എവർഗ്രീൻ സിനിമകളിൽ ഒന്നാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സിനിമയുടെ കഥയൊക്കെ അറിയാം. അപ്പൊ എന്തായിരിക്കും ഒരു പുതുമ, തിയേറ്റർ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അതെടുത്ത് പറയേണ്ടത് ശ്രുതി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഞാൻ ഒരു പ്രാവശ്യം തിയേറ്റർ കുഞ്ഞായിരുന്നപ്പോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ. ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല ഗൈസ്. രണ്ടാമതെയാണ് ഞാൻ ചുമട്ട് 2023-24 ഇറങ്ങിയത്. അപ്പൊ എനിക്ക് 5 വയസ്സുള്ള സമയത്ത് ശ്രുതിക്ക് അന്ന് എഴുന്നേറ്റ് നടക്കുന്ന വയസ്സ്. ഓക്കെ, അന്ന് ശ്രുതി തിയേറ്ററിൽ കണ്ട പടം എനിക്ക് കാണാൻ പറ്റാത്ത പടം നമുക്കിപ്പോ തിയേറ്ററിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പൊ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ആണ്, കാരണം കഥകൾ സിനിമ എല്ലാം അറിയാം. ക്ലൈമാക്സ് എന്താണ്, തുടക്കം അവസാനം ഒക്കെ അറിയാം, സ്ക്രിപ്റ്റ് വരെ അറിയാം. ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് പാട്ടുകളൊക്കെ എങ്ങനെ. ആ പടത്തിലെ പാട്ടുകളൊക്കെ കേൾക്കാം. നമ്മളിപ്പോൾ ഞാൻ സ്കൂളിൽ ഡാൻസ് ചെയ്തിട്ടുള്ള പാട്ട്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ വൈബ് എന്താണ്, എങ്ങനെ ഇരിക്കാം എന്നൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും അവിടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാദറാം ഹെറിൻസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്ക്വയറിലാണ്. ഞങ്ങള് ഗില്ലി കാണാൻ പോവാണ്. അതെ, 20 വർഷങ്ങൾക്ക് ശേഷം ഗില്ലി ഒന്നും കൂടി തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവള് തിയേറ്ററിൽ കണ്ടിട്ടില്ല. എന്തോ അങ്ങനെ ഇന്റർവ്യൂ അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കി നമ്മള് കണ്ടിട്ട് ശരിക്കും ഇത് 2004 കുഞ്ഞായിരുന്ന സമയത്ത് കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഓർമ്മയില്ല അന്ന് എങ്ങനെയാ കണ്ടിരുന്നത്. ഞാനന്ന് പിച്ച് വയ്ക്കുന്ന കാലം അതും കുഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ്. എന്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്നത് ആഫ്റ്റർ 20 years. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു പടമൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ ഇനി പറ്റും എന്നൊക്കെ. ബാക്കി വിശേഷം യെസ്. അപ്പൊ നമ്മള് സിനിമ കണ്ടിട്ട് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ സിനിമ കണ്ടു, അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പൊ പഴയ വൈബ് ഞാനൊക്കെ പണ്ട് കണ്ടത് നമ്മുടെ കുഞ്ഞായിരുന്നപ്പോഴാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ വൈബ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഈ ഒരു സമയത്ത് ഓ മൈ ഗോഡ്, തിയേറ്ററൊക്കെ ആകെ ഇളകി അങ്ങ് മറിഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങള് ഗില്ലി കണ്ടു. 2003 ഇറങ്ങിയ 2004 ഇറങ്ങിയ സിനിമയാണ് നമ്മുടെ ധരണി ഡയറക്ട് ചെയ്ത ഗില്ലി. വിജയ് ആൻഡ് തൃഷ ലീഡ് ചെയ്ത സിനിമ. വിജയ് തൃഷ മാത്രമല്ല, പ്രകാശ് രാജ് പറയണം. നമ്മുടെ പുള്ളിക്ക് ഭയങ്കര കയ്യടിയായിരുന്നു. പുള്ളി ചെല്ലവെന്ന് വിളിച്ച സമയത്ത് എന്തോരം ബഹളായിരുന്നു അറിയാമോ തിയേറ്ററില്. എനിക്ക് തോന്നുന്നു ഗില്ലി ആദ്യ കാലത്ത് ഇറങ്ങുന്ന സമയത്തേക്കാളും കുറച്ചും കൂടി ക്ലാരിറ്റിയും ഒരു വിഷ്വൽ എഫക്റ്റും പിന്നെ ഓഡിയോയും കുറച്ചും കൂടി ക്ലിയർ ആണ്. പിന്നെ നമ്മുടെ എപ്പോഴും ഓളം എന്നുള്ളത് ഈ സിനിമയിൽ 3 പാട്ടുകൾ ഭയങ്കര വൈബാണ്. ഏത് സമയത്ത് കേട്ടാലും വിദ്യാസാഗർ സാറിനെ പ്രത്യേകം എടുത്തു പറയണം. എനിക്ക് വിദ്യാസാഗറിന്റെ തമിഴിലെ
ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാക്കുകൾ ഗില്ലിയിലാണ്. അപ്പൊ അത് ഞങ്ങള് തിയേറ്ററിൽ ഡാൻസ് ചെയ്തു, അതിന്റെ വിഷ്വൽ ഇങ്ങനെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഈ സിനിമ കാണാൻ പോകുന്നവർ ആദ്യം മനസ്സിലാക്കിയത് നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ആ വൈബിനപ്പുറത്തേക്ക് തിയേറ്ററിൽ കാണുന്ന ഒരു സുഖവും ഒരു എഫക്റ്റും ഓളം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തിയേറ്റർ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അത് ശരിയാ. അല്ല, എനിക്ക് തോന്നുന്നു ലോക്കൽ തിയേറ്ററിലൊന്നും ഇല്ല. ഇതിപ്പം ഈ മോള് അങ്ങനത്തെ കൊച്ചിയിൽ നോക്കുന്നവരാണെങ്കിൽ ഇത് മോളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പക്ഷെ മോൾ ആയിരുന്നില്ല വേണ്ടത്, സിനിപോളിസിലൊക്കെയാണ് ഉള്ളത്. നമുക്ക് വേണ്ടത് ഏതായിരുന്നു എനിക്ക് പേരറിയില്ല. നമുക്ക് ഈ കവിത, പത്മ അതുപോലത്തെ തിയേറ്ററൊക്കെ ആയിരുന്നു വേണ്ടത്. എന്നിട്ട് നമ്മുടെ അവിടെ ഒരു ഓളം ഉണ്ടാക്കി. ഞങ്ങളാണ് ആ കൂട്ടത്തിൽ ഡാൻസ് കളിക്കാൻ ചാടി ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വന്നു, നമ്മളവിടെ നിന്ന് ഇറങ്ങി ഡാൻസ് ഒക്കെ ചെയ്തു. പിന്നെ എനിക്കൊന്നും തൃശ്ശയൊക്കെ എനിക്ക് ഇത്ര നാളും കാണാത്തൊരു ഒരു സാധനം എനിക്ക് ഇന്ന് കണ്ടപ്പോ കിട്ടി. ഞാൻ ചെറുതായിട്ട് എനിക്കൊന്ന് സങ്കടം വന്നു. കാരണം നേരത്തെ കണ്ടപ്പോ ഈ മുത്തുപ്പാണ്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടില്ല, അയാളൊരു വില്ലനായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷമം വന്നു. എനിക്കങ്ങനെയൊന്നും ഇല്ല, രണ്ട് സഹോദരങ്ങളൊക്കെ എന്നാലും അത് ഓർക്കുമ്പോ ഒരു വില്ലൻ സാധനം മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ചെറുതായിട്ട് എനിക്ക് ചില സാധനങ്ങളൊക്കെ ചെല്ലോ എന്ന് വിളിച്ചു തരാൻ നേരത്തെ ചെറുതായിട്ട് എനിക്കൊന്ന് കിട്ടിയത്. പക്ഷേ ഓവറോൾ ആ സിനിമ നമ്മൾ എനിക്ക് സൺ ടി വി ആണ് ഈ സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് വിജയുടെ കരിയറിലെ ഫസ്റ്റ് 50 കോടി അടിക്കുന്ന സിനിമ. ആ സമയത്ത് 2004 50 കോടി കളക്ഷൻ നേടിയ സിനിമയാണിത്. നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടനെ പോകാം, കാരണം ഇത് അധിക കാലം എന്തായാലും തിയേറ്ററിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് ട്രെൻഡായിട്ട് വരുന്നുണ്ട് ഇതുപോലെ പഴയ സിനിമകളിൽ ഒന്നും കൂടി എഫക്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, അങ്ങനെ ഒന്നുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ താഴെ കമന്റ് ചെയ്യാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് കാണാൻ അങ്ങനെ ആഗ്രഹമുള്ള സിനിമയാണ് അന്യൻ, ഗജനി, ഈ 2 സിനിമയും. എനിക്ക് സീഡ് മൂസ കണ്ടാ കൊള്ളാന്നൊക്കെ ഉണ്ട്. എനിക്ക് കല്യാണരാമൻ കണ്ടിരുന്ന് ചിരിക്കണം ഒന്നും കൂടി. എനിക്ക് വെട്ടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ സിനിമ, ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ. അത് പിന്നീട് ടിവിയിൽ വന്ന് ഹിറ്റായ സിനിമ. നമ്മള് കഴിഞ്ഞ ദിവസം വെട്ടം കണ്ട് ടിവിയിൽ. ഞങ്ങൾ വെട്ടം കാണുമ്പോ എപ്പോഴും കാണും, ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വെട്ടം കാണുമ്പോൾ പ്രത്യേകത നമ്മൾ പകുതി കഴിഞ്ഞ് അങ്ങോട്ടാണ് കാണുന്നത്. ഹോട്ടൽ സീൻസ് ആണ് എപ്പോഴും കാണുന്നത്. പ്രത്യേകിച്ച് അതിലൊക്കെ അഭിനയിച്ച നമ്മള് വെട്ടത്തിലേക്ക് തിരിച്ച് ഗില്ലിയിലേക്ക്. പിന്നെ ഗില്ലി ഞാൻ പറഞ്ഞത് നമ്മള് കാണുന്നവരൊക്കെ തന്നെ ഭയങ്കര കയ്യടി മോളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിനിമ. സോങ്സ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും, ഈ ഡയലോഗിന് ഇത്രയും കയ്യടി കിട്ടുന്ന ഒരു, അതും പ്രത്യേകിച്ച് നെഗറ്റീവ് റോൾ ചെയ്ത പുള്ളിക്കാരന് ഇത്രയും കയ്യടി കിട്ടുന്ന ഒരു സിനിമ വേറെ നായകനേക്കാളും കൂടുതൽ സ്കോർ ചെയ്ത കയ്യടിയുടെ കാര്യത്തില് സ്കോർ ചെയ്ത് പ്രകാശ് രാജ് സാർ. പുള്ളി ഭയങ്കര സോഷ്യലി ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. എനിക്ക് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് പൊളിറ്റിക്സിന്റെ വിഷയത്തിലൊക്കെ. പിന്നെ എനിക്ക് തൃശ്ശ ഈ വിഷയം ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ അഭിനയിച്ച ആൾക്കാരൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയൊരു ഇതുപോലത്തെ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് റിവ്യൂ ചെയ്യാം. പ്രത്യേകിച്ച് സിനിമയുടെ റിവ്യൂ നമ്മൾ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയെ പറ്റി നന്നായിട്ട് അറിയാം. ഇത് റിവ്യൂ അല്ല, റിവ്യൂ ഓൾറെഡി അറിയാം. പിന്നെ നമ്മൾ കണ്ട എക്സ്പീരിയൻസ് പറയുന്നതേ ഉള്ളൂ. ഇതല്ലാതെ സിനിമയുടെ ഒരു ഘടന പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ എല്ലാവരും കണ്ട സിനിമ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് സ്പടികം പിന്നിട്ട് റീഷൂട്ട് എന്തോ 2-3 സീൻസ് ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല, എന്റെ കപ്പ് ഓഫ് ടീ അല്ല സ്പടികം. എന്റെ അല്ല, ഞാനത് റിവ്യൂല് കണ്ടതാണ്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു റീ എഡിറ്റിംഗ് സംഭവം ഇല്ല. എനിക്ക് എഫക്റ്റ് ഉണ്ട്. തുടക്കം കണ്ടപ്പോ തന്നെ ഈ മഞ്ഞ സ്ക്രീൻ വരത്തില്ല, പഴയ സിനിമകൾക്ക് എഴുതി കാണിക്കുന്ന ഒരു മഞ്ഞല്ല, സോറി നീല സ്ക്രീൻ. ആ സാധനം കിട്ടിയപ്പോ തന്നെ ഒരു പഴയ ഒരു ഇത് കിട്ടി. അപ്പൊ എന്തായാലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു, അത് നിങ്ങൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് പോയി കാണാം, കാരണം അധികം നാൾ ഉണ്ടാവത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത റിവ്യൂലും കാണാം. ബൈ.